മുനമ്പം വഖഫ് വിഷയം തീരുമോ, വഷളാകുമോ, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കപ്പെടുമോ? ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു പോകുന്ന വഖഫ് ബോർഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഇനി അതെങ്ങനെ പരിഹരിക്കും? എന്തൊക്കെയാണ് മാർഗങ്ങൾ? ഇത്തരം ചോദ്യങ്ങൾ കുറേ കാലങ്ങളായി നമ്മൾ ചോദിച്ചതാണ്. ആ ചോദ്യങ്ങളിൽ പരസ്പരം വർഗീയ വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ഒക്കെ അന്തരീക്ഷമുണ്ടായി ഒരു പരിധിവരെ അതൊക്കെ മറന്ന് വീണ്ടും ചേർന്ന് വരുമ്പോഴാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായിരിക്കുന്നത്. ഈ ചർച്ച വരുമ്പോൾ ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അത് വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും മുനമ്പത്ത് ഒരു പരിഹാരവും ഉണ്ടാവില്ല. അത് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗത്തിലൊക്കെ അത് പരാമർശിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നത് മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ, വന്നത് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് കേക്ക് മുറിച്ചതും ആഹ്ലാദിച്ചതും സന്തോഷിച്ചതും ഇവിടെ കേന്ദ്രമന്ത്രി വന്നതുമെല്ലാം ഒരു കാര്യവുമില്ലാത്ത ഉഡായിപ്പായിരുന്നു എന്ന് ഇപ്പോൾ ദീപികയും സമ്മതിക്കുന്നു. അതതിൻ്റെ ഒന്നാം ഭാഗം. രണ്ടാമത്തെ കാര്യം, ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമോ? വഖഫ് ഭൂമി പ്രശ്നം മുനമ്പത്തേത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന് പറയാൻ 1 മിനിറ്റ് തന്നെ വേണ്ട. അല്ലാതെ ഇത് 10 മിനിറ്റ് കൊണ്ടോ 10 വർഷം കൊണ്ടോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് പരിഹരിക്കപ്പെടാവുന്ന ഒരു സംഭവമേ അല്ല. നിയമപരമായ സംഗതികൾ ഒരുപാട് അവ്യക്തതയുണ്ട്, ഒരുപാട് സങ്കീർണതയുണ്ട്. കബീഷിൻ്റെ വാല് പോലെ ചുറ്റി 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 കിഴക്കുകയാണ്. അത് അങ്ങനെ വേഗത്തിൽ പരിഹരിക്കുക അസാധ്യമാണ്. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒരുപാട് അറ്റൻഷനൊന്നും കൊടുക്കാതെ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് അവിടെ ജീവിക്കുന്ന ആളുകൾ സന്തോഷത്തോടെ അവിടെ ജീവിച്ച് ഈ 10, 50, 60 കൊല്ലമായി ജീവിക്കുന്നത് പോലെ ജീവിച്ച് കരമൊക്കെ അടച്ച് അവർക്ക് കൈവശത്തിലുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് സ്ഥാപിച്ച് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. എന്നുവരെ മുന്നോട്ട് പോകാം? എത്ര നാൾ മുന്നോട്ട് പോകാമോ അത്രയും നാൾ മുന്നോട്ട് പോകാം. അവിടെ അങ്ങ് ആരും ഒഴിപ്പിക്കാൻ ചെല്ലുകയില്ല, ഒഴിക്കലും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇവിടെ അങ്ങനെ വാശിയോടെ എന്ത് സംഭവിച്ചാലും എന്ത് കലാപമുണ്ടായാലും ഒഴിപ്പിക്കും എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ പല സർക്കാരുകളെയും പോലെയുള്ളൊരു സർക്കാർ കേരളത്തിൽ വരികയില്ല. ഈ അടുത്ത സമയത്തൊന്നും വരില്ല. ഈ 2 മുന്നണിയും മാറിയും തിരിഞ്ഞും ഭരിക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെയൊന്നും ഒഴിപ്പിക്കാനായിട്ട് വരില്ല. അതങ്ങനെ അതിൻ്റെ പരുവത്തിനങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത വിഷയം എന്താ? അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇത് പരിഹരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്നുള്ളതാണ്. പരിഹരിക്കാനുള്ള ഒറ്റ മാർഗം പണ്ട് കേരള ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി കൂടിയായ കമാൽ പാഷ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സെറ്റിൽമെൻറ്റിനുള്ള ശ്രമം നടന്നിരുന്നു. ഇതിലെ സാങ്കേതിക പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വഖഫ് ഭൂമിയല്ല എന്ന സ്റ്റാൻഡ് എടുക്കുന്നത് വഖഫ് അൺകണ്ടീഷണലാണ്. ഇതിലൊരു കണ്ടീഷൻ എഴുതി വച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്യുന്ന പർപ്പസിന് ഉപകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ ഈ വഖഫ് റദ്ദാവുന്നതാണ് എന്ന തരത്തിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വഖഫിൽ കണ്ടീഷനില്ല, അള്ളാഹുവിന് അൺകണ്ടീഷണലായി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിരിക്കുന്ന സ്ഥിതിയിൽ ആ കണ്ടീഷൻ അംഗീകരിച്ച് ഇത് വഖഫ് അല്ലാതാക്കിയാൽ പിന്നെ ആർക്കാണ് അവകാശം? ഈ കൊടുത്ത സേട്ടുവിൻ്റെ അനന്തരാവകാശികൾക്കാണ്. അവരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് ഇത് വഖഫല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, വഖഫിനകത്ത് ഇങ്ങനൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അത് വഖഫല്ല, വഖഫ് എന്ന് പറയുന്നത് റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ വഖഫ് ആണെങ്കിൽ അത് ഫറൂഖ് കോളേജിനുണ്ട്, ഫറൂഖ് കോളേജിന് പക്ഷേ വിൽക്കാനുള്ള അവകാശമില്ല. വഖഫ് അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന് അവകാശമില്ല, പക്ഷേ അവകാശം പിന്നെ പോകുന്നത് ആർക്കാണ്? ഈ പറയുന്ന മക്കൾക്കാണ്. പിന്നെ കോടതി വിധി ഇവരെ സംരക്ഷിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ ആ ബെഞ്ചിനെ കൊണ്ടിരുത്തി വിധി പറയിച്ചാൽ ഇതവിടെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അവകാശം കിട്ടിയേക്കും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കരുത്, നിയമം നോക്കരുത്, ചട്ടം നോക്കരുത്, റവന്യൂ ഡീൽസ് നോക്കരുത്, ഡീറ്റെയിൽസ് നോക്കരുത്, അതിൻ്റെ സംഗതി ഒന്നും നോക്കാതെ കണ്ണടച്ചിത് അവർക്കങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞൊരു വിധി എഴുതി പറ്റിച്ചാൽ സംഗതി നടക്കും. കേരള ഹൈക്കോടതിയിൽ നിന്നൊക്കെ അത്തരമൊരു വിധി കിട്ടാൻ വലിയ പ്രയാസമാണെന്ന് മാത്രമല്ല, ഇതിലെ തൽപര കക്ഷികൾക്ക് താല്പര്യം ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം വൈരാഗ്യമായി കേരളത്തിൽ വളർന്നു വരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനൊരു വിധി വരാനുള്ള സാധ്യത കുറവാണ്.
അങ്ങനെ വിധി പറയുന്ന ജഡ്ജിക്ക് രാജ്യസഭയിൽ സീറ്റും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു ആകെത്തുക. സമാധാനമായി ആ സ്ഥലത്ത് ജീവിക്കുക, കരവടയ്ക്കുക, സ്വസ്ഥമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇതിപ്പോൾ കമ്പിട്ടിളക്കി എന്ന് പറയുന്നത് പോലെ ഒരു ഇളക്കിളക്കിയിരിക്കുകയാണ് വഖഫ് ബോർഡ് ചെയ്തിരിക്കുന്നത്. തർക്കം നിലനിൽക്കുമ്പോൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി രജിസ്റ്റർ ചെയ്തില്ലെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ഇതൊന്നും മൂപ്പിച്ച് പിടിച്ചത് കുരുങ്ങാൻ വേണ്ടി. കുരുങ്ങുമോ ഇല്ലയോ എന്നാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത്.